എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോർഡിനേഷൻ. കോർഡിനേഷൻ അഥവാ ഏകീകരണം. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. വാട്ട് ഈസ് കോർഡിനേഷൻ? Coordination refers to the process of integrating the activities of different units of an organization to achieve the organizational goal. സ്ഥാപനങ്ങളുടെ സംഘാടനപരമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സ്ഥാപനത്തിൻ്റെ വ്യത്യസ്ത പ്രവർത്തനങ്ങളെ ഏകീകരിക്കുന്നതിനെയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മീനിങ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഭാഗം, nature of coordination. First, essence of management. Coordination is not a separate function of management but an essence of management. Coordination മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേക പ്രവർത്തനമല്ല, അത് മാനേജ്മെൻറ്റിൻ്റെ എസെൻസ് ആണ്. ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ഈച്ച് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. Coordination is required at all levels and in all departments of the enterprise. കോർഡിനേഷൻ എല്ലാ മാനേജ്മെൻറ്റ് തലങ്ങളിലും സ്ഥാപനത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളിലും ആവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് പറയാവുന്നതാണ്. സെക്കൻഡ്ലി, കണ്ടിന്യൂസ് പ്രോസസ്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഓർ ഓൺഗോയിങ് പ്രോസസ്. കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാപനം ആരംഭിച്ചത് മുതൽ അവസാനിക്കുന്നത് വരെ നീളുന്ന ഒരു തുടർച്ചയുള്ള പ്രക്രിയ ആകുന്നു. ഇറ്റ് ഈസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ദി മാനേജേഴ്സ് അറ്റ് ഓൾ ലെവൽസ് ആൻഡ് അറ്റ് ഓൾ ടൈംസ്. തേർഡ്ലി, ഗ്രൂപ്പ് ഇഫേർട്ട്. ദി കോൺസെപ്റ്റ് ഓഫ് കോർഡിനേഷൻ അപ്ലൈസ് ടു എ ഗ്രൂപ്പ് ആൻഡ് നോട്ട് ഇൻഡിവിജ്വൽ ഇഫേർട്ട്. ഒരു കൂട്ടമുണ്ടാകുമ്പോഴാണ് സാധാരണയായിട്ട് കോർഡിനേഷൻ്റെ സങ്കല്പത്തിന് പ്രാധാന്യമുണ്ടാകുന്നത് എന്ന് പറയാവുന്നതാണ്. ആൻഡ് ഫോർത്തിലി, യൂണിറ്റി ഓഫ് ഇഫേർട്ട്. യൂണിറ്റി ഓഫ് എഫേർട്ട് ഈസ് റിക്വയർഡ് ടു അച്ചീവ് ദി ഒബ്ജക്റ്റീവ്സ് സെറ്റ് ഫോർ ദി ഓർഗനൈസേഷൻ. ദി ഹാർട്ട് ഓഫ് കോർഡിനേഷൻ ഈസ് ദി യൂണിറ്റി ഓഫ് ഇഫേർട്ട്. കോർഡിനേഷൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഈ യൂണിറ്റി ഓഫ് ഇഫേർട്ടാണ്. Unity of effort involves fixing of time and manner of performing various activities. Next, common purpose. Coordination function has a common purpose of getting organizational goals achieved. കോർഡിനേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് സംഘടനാപരമായ ലക്ഷ്യം നേടിയെടുക്കലാണ്. അപ്പോൾ അത്തരം പർപ്പസിന് വേണ്ടിയാണ് പ്രവർത്തനങ്ങളെ ഏകീകരിക്കുന്നത് എന്ന് പറയാവുന്നതാണ്. ലാസ്റ്റ്, ഡെലിബറേറ്റ് ഇഫേർട്ട്. കോർഡിനേഷൻ ഈസ് നോട്ട് വോളണ്ടറി. കോർഡിനേഷൻ, ഏകീകരണം എന്ന പ്രധാനപ്പെട്ട പ്രവർത്തനം സ്വമേധയാ നടത്തുന്ന ഒരു പ്രവർത്തനമല്ല, മറിച്ച് it is the result of conscious and concrete action of management. മാനേജ്മെൻറ്റ് ബോധപൂർവം സ്ഥാപനത്തിൻ്റെ നിശ്ചിത ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നിർവഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണിത്. അപ്പോൾ നേച്ചർ ഓഫ് കോർഡിനേഷനാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ. ഫസ്റ്റ്ലി, increases efficiency. Coordination increases efficiency. Coordination, if there is an effective system of coordination, it increases efficiency in the organization through avoidance of duplication of efforts. പ്രവർത്തനങ്ങളുടെ ഡ്യൂപ്ലിക്കേഷനൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കോർഡിനേഷനിൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുവാൻ കോർഡിനേഷൻ ഫങ്ഷൻ നിർവഹിക്കുന്നതിലൂടെ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിൽ കാര്യക്ഷമത ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നതാണ് ഒരു പ്രാധാന്യം. നെക്സ്റ്റ്, key to other functions.
ഇറ്റ് ഈസ് ദി കീ ടു ഓൾ അതർ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിന് ധാരാളം ഫങ്ഷൻസ് ഉണ്ട്. അതിൻ്റെ എല്ലാം താക്കോൽ എന്ന് പറയുന്നത് കോർഡിനേഷനാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, ഇതൊക്കെ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ആണ്. ഇതൊക്കെ പ്രവർത്തന സജ്ജമായി കാര്യക്ഷമത നേടിയെടുക്കാൻ സാധിക്കണമെങ്കിൽ കോർഡിനേഷൻ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ കോർഡിനേഷനെ എന്ത് വിശേഷിപ്പിക്കാം? കീ ടു അതർ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ലൈക്ക് പ്ലാനിംഗ്, organizing, staffing, directing and controlling. Third, importance to human relations. Coordination gives more stress and importance to human element in an organization. കോർഡിനേഷൻ ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ഥാപനത്തിലെ മാനവശേഷിയിലാണ്, മനുഷ്യരിലാണ്, ജീവനക്കാരിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ പ്രാധാന്യം മാനുഷിക ബന്ധങ്ങൾക്ക് നൽകപ്പെടുന്നത് എന്നത് മറ്റൊരു പ്രാധാന്യമാകുന്നു. നെക്സ്റ്റ്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. പീപ്പിൾ വിത്ത് ഡിഫറെൻ്റ് ഐഡിയാസ്, കൾച്ചർ, വ്യൂസ്, ആറ്റിറ്റ്യൂഡ്സ് എക്സെട്ര ആർ വർക്കിംഗ് ഇൻ എൻ ഓർഗനൈസേഷൻ. സ്ഥാപനത്തിലെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ, ഇഷ്ടാനിഷ്ടങ്ങൾ, അതേപോലെ സംസ്കാരങ്ങൾ, ഇതൊക്കെയുള്ള ആളുകൾ ജോലി ചെയ്യുന്നു. ഇതൊക്കെ വ്യത്യസ്തമായിരിക്കും ആളുകൾക്ക്. ഇറ്റ് ഈസ് ഓൺലി ത്രൂ കോർഡിനേഷൻ ദാറ്റ് വി ക്യാൻ ബ്രിങ് അബൌട്ട് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഈ വ്യത്യസ്തതയെ ഒന്നായിട്ട് കൊണ്ടുവരുവാൻ കോർഡിനേഷനിലൂടെ സാധിക്കുമെന്നതാണ് അതിൻ്റെ മറ്റൊരു പ്രാധാന്യം. ലാസ്റ്റ്, റിക്കൺസിലിയേഷൻ ഓഫ് ഗോൾസ്. ഓൾ എഫേർട്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ ആർ ഡിറക്റ്റഡ് ടുവേർഡ്സ് എ കോമൺ ഗോൾ. എല്ലാ സ്ഥാപനത്തിൻ്റെ പ്രയത്നവും എന്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്? സ്ഥാപനത്തിൻ്റെ നിശ്ചിത ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. ഇറ്റ് ഈസ് ത്രൂ കോർഡിനേഷൻ ദാറ്റ് ഇൻഡിവിജ്വൽ ഗോൾ, ഡിപ്പാർട്ട്മെൻറ്റ് ഗോൾ എക്സെട്ര ആർ റിക്കൺസൈൽഡ് വിത്ത് ദി ഓർഗനൈസേഷണൽ ഗോൾ. ഇവിടെ ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള ഉദ്ദേശങ്ങൾ, വിഭാഗങ്ങളുടെ ഉദ്ദേശങ്ങൾ ഒക്കെ സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള ലക്ഷ്യവുമായിട്ട് കൂട്ടിയോജിപ്പിക്കപ്പെടുന്നു എന്നത് കോർഡിനേഷൻ്റെ മറ്റൊരു പ്രാധാന്യമാണ്. ഇത്രയുമാണ് കോർഡിനേഷൻ്റെ പ്രാധാന്യം. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോവാം. കോർഡിനേഷൻ ആൻഡ് കോപ്പറേഷൻ. എന്തൊക്കെയാണ് കോർഡിനേഷനും അതേപോലെ തന്നെ കോപ്പറേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഏകീകരണവും സഹകരണവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ഒന്ന്, കോപ്പറേഷൻ ഈസ് എ വോളണ്ടറി ആറ്റിറ്റ്യൂഡ് ഓൺ ദി പാർട്ട് ഓഫ് ദി മെമ്പേഴ്സ്. സ്ഥാപനത്തിലെ ആളുകൾ എന്ന് പറഞ്ഞാൽ അതിലെ ജീവനക്കാർ, അതിലെ തൊഴിലാളികൾ, അതിലെ മറ്റ് അംഗങ്ങൾ എല്ലാവരുടെയും ഒരു സ്വമേധയാ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. വൈൽ കോർഡിനേഷൻ ഈസ് എ ഡെലിബറേറ്റ് എഫേർട്സ് ഓൺ ദി പാർട്ട് ഓഫ് ദി മാനേജർ. എന്നാൽ ഏകീകരണം എന്ന് പറയുന്നത് മാനേജറുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു പ്രയത്നമാണ്. അതാണ് ഒന്നാമത്തെ വ്യത്യാസം. ഇനി രണ്ടാമത്തെ വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. കോപ്പറേഷൻ ഒറിജിനേറ്റ്സ് ഔട്ട് ഓഫ് ഇൻഫോർമൽ റിലേഷൻസ്. സഹകരണം ഉത്ഭവിക്കുന്നത് ആളുകൾക്കിടയിലെ അനൗപചാരികമായ ബന്ധത്തിൽ നിന്നാണ്. ബട്ട് കോർഡിനേഷൻ ഈസ് അക്കംപ്ലിഷ്ഡ് ത്രൂ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ റിലേഷൻസ്. ഏകീകരണം അത് ഉടലെടുക്കുന്നത് ഔപചാരിക അനൗപചാരിക ബന്ധങ്ങളിലൂടെയാണ്. അതാണ് രണ്ടാമത്തെ വ്യത്യാസം. ഇനി മൂന്നാമത്തെ വ്യത്യാസം എന്താണെന്ന് നോക്കാം. കോപ്പറേഷൻ ഈസ് ദി ബേസ് ഓൺ വിച്ച് കോർഡിനേഷൻ ക്യാൻ ബി അച്ചീവ്ഡ്. കോപ്പറേഷനാണ് അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിൽ മാത്രമേ ഏകീകരണം നേടിയെടുക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ പറയാം. കോർഡിനേഷൻ്റെ മീനിങ്, നേച്ചർ ഓഫ് കോർഡിനേഷൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ, ദെൻ
കോർഡിനേഷൻ ആൻഡ് കോപ്പറേഷൻ. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഭാഗം കഴിഞ്ഞിരിക്കുന്നു. നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന ഒന്നാമത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.